ഈ നൂറ്റാണ്ടിൽ മലയാളത്തിൽ നിന്ന് സംഭവിച്ചത് 10 ഇൻഡസ്ട്രി ഹിറ്റുകളാണ്. ഈ നൂറ്റാണ്ടിലെ ആദ്യത്തെ ഇൻഡസ്ട്രി ഹിറ്റ് 2000-ൽ റിലീസ് ചെയ്ത നരസിംഹം. 2000 ജനുവരി 26-ന് തിയേറ്ററിലെത്തിയ ഈ ചിത്രത്തിൽ മോഹൻലാലായിരുന്നു നായകൻ. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് ഷാജി കലാസ് ആയിരുന്നു. മമ്മൂട്ടി ഈ ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തി. രഞ്ജിത്തായിരുന്നു തിരക്കഥയൊരുക്കിയത്. നരസിംഹത്തിന്റെ റെക്കോർഡ് മറികടന്നത് 5 വർഷത്തിന് ശേഷം റിലീസ് ചെയ്ത അൻവർ റഷീദ് മമ്മൂട്ടി ചിത്രം രാജമാണിക്യം. 2005 നവംബർ മാസമാണ് രാജമാണിക്യം തിയേറ്ററിലെത്തിയത്. അൻവർ റഷീദിന്റെ ആദ്യ സംവിധാന ചിത്രമായിരുന്നു. ടി.എ. ഷാഹിദായിരുന്നു ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത്. രാജമാണിക്യത്തിന്റെ റെക്കോർഡ് നേട്ടത്തിന് ഒരു വർഷമേ ആയുസുണ്ടായുള്ളൂ. 2006-ൽ റിലീസ് ചെയ്ത ലാൽ ജോസിന്റെ ക്ലാസ്മേറ്റ്സ് രാജമാണിക്യത്തിന്റെ റെക്കോർഡ് മറികടന്നു. ജെയിംസ് ആൽബർട്ടായിരുന്നു ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത്. പൃഥ്വിരാജ്, ജയസൂര്യ, നരൈൻ, ഇന്ദ്രജിത്ത് എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ നൂറ്റാണ്ടിലെ 4ാമത്തെ ഇൻഡസ്ട്രി ഹിറ്റ് 2008-ൽ റിലീസ് ചെയ്ത മൾട്ടി സ്റ്റാർ ചിത്രം 2020. ക്ലാസ്മേറ്റ്സിന്റെ സർവകാല റെക്കോർഡ് 2020 മറികടന്നു. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ജോഷിയായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ. ഉദയകൃഷ്ണ, സിബി.കെ. തോമസ് ആയിരുന്നു ചിത്രത്തിന്റെ രചന നിർവഹിച്ചത്. 2020-യുടെ സർവകാല റെക്കോർഡ് 5 വർഷത്തിന് ശേഷം മറികടന്ന ചിത്രമായിരുന്നു മോഹൻലാലിന്റെ ദൃശ്യം. ആശീർവാദ് സിനിമാസായിരുന്നു നിർമ്മാണം. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച ചിത്രമായിരുന്നു. മലയാളത്തിൽ ആദ്യമായി 50 കോടി നേട്ടം സ്വന്തമാക്കിയതും ദൃശ്യമായിരുന്നു. 3 വർഷങ്ങൾക്കിപ്പുറം 2016-ൽ ദൃശ്യത്തിന്റെ സർവകാല റെക്കോർഡ് മറികടന്ന ചിത്രമായിരുന്നു പുലിമുരുകൻ. വൈശാഖ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് ഉദയകൃഷ്ണ, സിബി.കെ. തോമസ് ആയിരുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി 100 കോടി നേട്ടം കൈവരിച്ച ചിത്രം കൂടിയായിരുന്നു മോഹൻലാലിന്റെ പുലിമുരുകൻ. പുലിമുരുകന്റെ റെക്കോർഡ് മറികടക്കാൻ മറ്റൊരു മലയാള സിനിമ 7 വർഷമെടുത്തു. 2023-ൽ റിലീസ് ചെയ്ത 2018 എന്ന ചിത്രമാണ് പുലിമുരുകന്റെ റെക്കോർഡ് മറികടന്ന് ഇൻഡസ്ട്രി ഹിറ്റായത്. ടോവിനോ തോമസ്, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ജൂഡ് ആന്റണി ജോസഫാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. 2 വർഷങ്ങൾക്കിപ്പുറം 2025-ൽ മോഹൻലാലിന്റെ തന്നെ തുടരും 2018-ന്റെ കേരള ബോക്സ് ഓഫീസിലെ റെക്കോർഡ് മറികടന്ന് ഇൻഡസ്ട്രി ഹിറ്റായി. തരുൺ മൂർത്തിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യമായി ഒരു ചിത്രം 100 കോടി നേടുക എന്ന ചരിത്രം സ്വന്തമാക്കിയതും മോഹൻലാലിന്റെ തുടരുമായിരുന്നു. എന്നാൽ തുടരും സിനിമയുടെ റെക്കോർഡിന് അധികം ആയുസുണ്ടായില്ല. 2025-ൽ തന്നെ മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റായി ലോക മാറി. തുടരും സിനിമയുടെ സർവകാല റെക്കോർഡ് കേരള ബോക്സ് ഓഫീസിൽ ലോക മറികടന്നു. ഡൊമിനിക് അരുൺ ഒരുക്കിയ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കല്യാണി പ്രിയദർശനായിരുന്നു. ദുൽഖർ സൽമാനായിരുന്നു ചിത്രം നിർമ്മിച്ചത്. എന്നാൽ മാസങ്ങൾക്കിപ്പുറം ലോകയുടെ സർവകാല റെക്കോർഡ് വാഴ 2 മറികടന്നു. സവിൻ സാ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഹാഷിറായിരുന്നു. ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 125 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. നിലവിൽ കേരള ബോക്സ് ഓഫീസിലെ ഇൻഡസ്ട്രി ഹിറ്റായി നിൽക്കുന്ന ചിത്രം വാഴ 2 ആണ്.